إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألقيا في جهنم كل كفار عنيد مناع للخير معتد مريب الذي جعل مع الله إلها آخر فألقياه في العذاب الشديد قال قرينه ربنا ما أطغيته ولكن كان في ضلال بعيد. പ്രിയങ്കരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ അങ്ങേറ്റവും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോട് നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ സഗൗരവം കണക്കിലാക്കുകയും അവകളെ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കുകയും ആ നിലയിൽ തന്നെ അവസാന നിമിഷം വരെ കഴിഞ്ഞുകൂടുകയും അവസാനം കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്ര ചെയ്യുന്ന മുഹ്സിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. 50-ാമത്തെ സൂറത്തുൽ ഖാഫിലെ 24-ാമത്തെ ആയത്ത് മുതലുള്ള ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഒരു വിഭാഗം ആളുകളെ ജഹന്നമിലേക്ക് എറിയുവാൻ മലായിക്കത്തുകളോട് കൽപ്പിക്കുന്ന സന്ദർഭം. അത്തരം ജഹന്നമിന് അർഹരായിട്ടുള്ള ആളുകൾ അവരുടെ കുറ്റപത്രങ്ങളുമായി അള്ളാഹുവിൻ്റെ സമക്ഷത്തിലൂടെ യാത്ര ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തെയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഓരോ വ്യക്തിയുടെ മേലും അധികാരപ്പെടുത്തിയിട്ടുള്ള ഒരു മലക്കുമായി ആ മലക്ക് അവനെയും കൊണ്ട് സഞ്ചരിക്കുകയാണ്. ഇത് നമ്മൾ നമ്മുടെ മനസ്സിൽ കാണേണ്ട ഒരു വിഷയമാണ്. നാളെ പരലോകത്ത് എന്നെയും കൂട്ടിക്കൊണ്ടൊരു മലക്ക് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അവസാനം നമ്മളുടെ രേഖകൾ, നമ്മളുടെ നന്മ തിന്മകൾ വിലയിരുത്തുന്നതിന്റെ ആ ഒരു സന്ദർഭത്തിൽ ആ മലായിക്കത്ത് പറയും, ഹാദാ മാ ലദയ്യ അതീദ്, എന്റെ പക്കൽ തയ്യാറുള്ള നിങ്ങളുമായി ബന്ധപ്പെട്ട രേഖ ഇതാണ്. നമ്മൾ ബോധമുള്ള കാലം മുതൽ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ, പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങൾ, തീരുമാനിച്ച കാര്യങ്ങൾ, മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ എന്ന് തുടങ്ങി നമ്മളുടെ മനസ്സിനെ ആ കാലം മുതൽ സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കുമോ ആ സ്കാനിങ് റിപ്പോർട്ടിൽ വരിക. അതുപോലെ എൻ്റെ കണ്ണുകളെ സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ
ഭൗതികമായ സ്കാനിങ്ങുകൾ എന്ന് പറഞ്ഞാൽ അത് ഭൗതികമായ ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമാണ്. കണ്ട കാര്യങ്ങളെ ഒന്നും അതിലൊരിക്കലും രേഖപ്പെടുത്തുകയില്ല. എന്നാൽ ഈ സ്കാനിങ്ങിൽ വരുന്നത് ഞാൻ കണ്ട മുഴുവൻ കാഴ്ചകൾ, ആഗ്രഹിച്ചു നോക്കിയത്, വെറുപ്പോടുകൂടി നോക്കിയത്, ഇഷ്ടപ്പെട്ട് നോക്കിയത്, അസ്വസ്ഥതയോടുകൂടി നോക്കിയത്, ഇങ്ങനെ പ്രത്യേകം വേർതിരിച്ചിട്ട് തന്നെ അവകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ നിലയ്ക്ക് തന്നെയാണ് എൻ്റെ മനസ്സിൽ തോന്നിയ ഓരോരോ ചിന്തകളും, എൻ്റെ മനസ്സിൻ്റെ തലങ്ങൾ രൂപപ്പെട്ടിട്ടുള്ള പ്രത്യേകമായ ഭാവനകളും, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, അതോടൊപ്പം തന്നെ ഞാൻ കേട്ട കാര്യങ്ങൾ, സന്തോഷത്തോടുകൂടി കേട്ടത്, വെറുപ്പോടുകൂടി കേട്ടത്, ഇഷ്ടമില്ലാതെ കേട്ടത്, മടുപ്പുളവാക്കിയ കാര്യങ്ങൾ എന്നിത്യാദി മുഴുവൻ കാര്യങ്ങൾ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ ഒരു ഖുർആൻ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ ആ സമയത്ത് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുന്ന, ഇപ്പൊ ആ ഒരു സന്ദർഭത്തെ ഞാൻ കാണണം, എനിക്കുണ്ടാകുന്ന ഒരു ആത്മഗതത്തെ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഇതിങ്ങനെ വായിച്ചു നോക്കി പടച്ചവനെ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. എനിക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആളുകൾക്ക് ഒന്നും വിട്ടുപോയിട്ടില്ല. വളരെ കൃത്യമായ കണക്കാണ്. അങ്ങനെ അത്ഭുതത്തോടുകൂടി ഒരു മനുഷ്യൻ ആത്മകഥം ചെയ്യുന്നതിനെയും ഖുർആൻ അവതരിപ്പിക്കുന്നു. ആ ഒരു അവസ്ഥയിലാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. എത്രത്തോളം നമുക്ക് ഈ ഒരു വിഷയത്തിൽ ബോധ്യം വരുമെന്നുള്ളതാണ് വിഷയം. കാരണം ഈ ബോധ്യപ്പെടൽ എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അതിനൊരുപാട് തലങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ബോധ്യമുണ്ടാകുന്നതിൻ്റെ ഒന്നാമത്തെ ഘട്ടം, അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം, മൂന്നാമത്തെ ഘട്ടം എന്നിങ്ങനെ പല പല ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് ശരിയായ ബോധ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ശേഷിയിലേക്ക് നമ്മൾ എത്തിപ്പെടുക. അപ്പൊ ആദ്യമൊക്കെ എന്ത് ചെയ്യും? നമ്മളതിനെ നിഷേധിച്ചു തുടങ്ങും. കാരണം ക്രിട്ടിക്കൽ മൈൻഡ് എന്ന് പറയുന്ന ഒരു മൈൻഡ് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. കേൾക്കുമ്പോൾ തന്നെ അതിനോടെന്ത് ചെയ്യും? പ്രതികരിച്ചു തുടങ്ങും. ചിലപ്പോൾ അനുകൂലമായിട്ടായിരിക്കും. ചില ആളുകൾ കേൾക്കുമ്പോൾ തന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ ആവേശത്തോടു കൂടി അല്ലാഹുവേ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ എന്നുള്ളൊരു ചിന്തയാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ ചിന്തിക്കുന്നത് ഇതൊക്കെ എത്രയോ കേട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പറയാനുള്ളൂ, വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കും അല്ലേ? പത്രമാധ്യമങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വാർത്തകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്തുകൂടെ എന്നാ ചില ആളുകൾ ചിന്തിക്കും. അതൊക്കെയാണല്ലോ ഇന്നത്തെ മുസ്ലിം സമുദായത്തിന്റെ വിഷയം അല്ലേ? മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. ചർച്ച ചെയ്യാൻ ഖുർആനില്ല, കുറെ വാർത്തകളാണ്. ആ വാർത്തകളിലേക്ക് വലിച്ചിഴയ്ക്കാൻ കുറച്ച് ഖുർആൻ ആയത്തുകളും മുസ്ലിം സമുദായത്തിന് ഒരു ഗതികേടാണത് അല്ലേ? കാലികമായി നടന്നുകൊണ്ടിരിക്കുന്ന, അത് വർത്തമാന കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. നാളെ ആകുമ്പോൾ അത് വേറൊന്നായി മാറും. അതിനുവേണ്ടി കുറെ ഖുർആൻ ആയത്തുകൾ ഖുർആനിൽ നിന്ന് തപ്പിയെടുക്കുക. ഏതാ? ഈ വരുന്ന വാർത്തകളെ സാധൂകരിക്കുന്നതിന് വേണ്ടി. അതൊരു തരം ഗതികേടല്ലേ? അപ്പൊ അങ്ങനെയൊന്നും എന്താ പറയാത്തെന്ന ചില ആളുകൾ ചിന്തിക്കുക. കാരണം ഇത് നമ്മുടെ ക്രിട്ടിക്കൽ മൈൻഡ് നമ്മളിൽ സദാ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അത് നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഉൾക്കൊള്ളലും അതിനെ നിരാകരിക്കലും ഇത് മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്ന കാര്യമല്ലേ എന്നുള്ള നിലയ്ക്ക് അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ അൽഹംദുലില്ലാഹ് അത് വലിയൊരു നിഅമത്താണ്. നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ കാഴ്ചപ്പാടുകൾക്കും അള്ളാഹു നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ സ്വയം നേടിയിട്ടുള്ള വലിയൊരു നിഅമത്താണ്, വലിയൊരു ഭാഗ്യമാണ്. അതിലേക്ക് അള്ളാഹു നമ്മളെല്ലാവരും എത്തിക്കുമാറാകട്ടെ. അപ്പോ ആ ഒരു അവസ്ഥയിൽ നാളെ ഞാൻ ഈ മലക്കിന്റെ സാന്നിധ്യത്തിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്നുള്ളതാണ് എന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഹാദാ മാ ലദയ്യ അതീദ്, ഇതാണ് കേട്ടോ നിങ്ങളുടെ രേഖ, ഇതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ഈ രേഖ തയ്യാറാക്കിയ മലക്കാണോ കുറ്റക്കാർ? അല്ല, ഞാൻ തന്നെയാണ്. എന്റെ ചിന്തകളും എന്റെ കാഴ്ചപ്പാടുകളും എന്റെ പ്രവൃത്തികളും ഒക്കെയാണ് ഒരു രേഖയായി ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. ഞാൻ തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്വം. അപ്പൊ ആ രേഖകളിൽ നല്ലതൊന്നുമില്ലാത്തത് കൊണ്ട്
സ്വർഗപ്രവേശനത്തിന് അർഹമാകും വിധമുള്ള ഒന്നുമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അലസമായ ഒരു ജീവിതമായിരുന്നു ഭൗതിക ലോകത്തുള്ള എൻ്റെ ജീവിതം. അത് ഞാൻ അങ്ങനെ തന്നെ ആക്കി മാറ്റിയതാണ്. അപ്പൊ അനന്തരഫലം ഉണ്ടാവും. അതാണ് അടുത്തൊരു കൽപ്പന, അൽഖിയ ഫീ ജഹന്നം, ജഹന്നമിലേക്ക് അദ്ദേഹത്തെ എടുത്തെറിയുക. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അള്ളാഹു പറയുന്നു കുല്ല കഫാരിൻ അനീദ്, അനീതായിട്ടുള്ള എല്ലാ കാഫിരീങ്ങളെയും ഇതുപോലെ തന്നെ എടുത്തെറിയുക. ഇത് അനീദ് എന്ന് പറഞ്ഞാൽ ധിക്കാരിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അനീദ് എന്നുള്ളൊരു പ്രയോഗം കുഫാറിനോടൊപ്പം നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുഫ്രിയത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്ന ഒരു മാനസികമായ ദുർഗുണമാണ് അനീദ് എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഉൾക്കൊള്ളാനുള്ള മനുഷ്യന്റെ ശേഷി നഷ്ടപ്പെടുന്നത് എവിടെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്, അല്ലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. കൂടുതലൊന്നും ഞാൻ ക്രിട്ടിസൈസ് ചെയ്യേണ്ടതില്ല എന്നുള്ള മനോഭാവത്തോടു കൂടി പൂർണ്ണമായ അർത്ഥത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ ഒരു വ്യക്തി തയ്യാറാകുമ്പോൾ അവന്റെ ഉള്ളിൽ ധിക്കാരമില്ല, അഹംഭാവമില്ല, അഹങ്കാരമില്ല, ഒന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഖുർആന്റെ മുന്നിൽ വിനയാന്വിതം എന്ന് പറയുന്ന ഒരു അവസ്ഥ അയാൾ സംഭവിക്കുകയാണ്. അള്ളാഹ് പറഞ്ഞതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത്രമാത്രം മതി അതിനെ ഉൾക്കൊള്ളാൻ, വേറൊന്നും വേണ്ട. അപ്പൊ അതേസമയത്ത് കുഫാറിനെ സംബന്ധിച്ചിടത്തോളം, അനീതായ കുഫാറിനെ സംബന്ധിച്ചിടത്തോളം ധിക്കാരിയായ നിഷേധിയാണ്. അവൻ അതിനെ നിഷേധിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അഹങ്കാരത്തോടുകൂടി, അഹംഭാവത്തോടുകൂടി അതിനെയൊക്കെ നിഷേധിച്ച് തള്ളി. എന്താണ് അതിന്റെ അനന്തരഫലം എന്ന് ചോദിച്ചാൽ ജഹന്നമിൽ കാലാകാലം കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ്. അവൻ അനീതായി കുഫർ ആയതുകൊണ്ടാണ് അവനെ നരകത്തിലേക്ക് എടുത്തെറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. അല്ലാഹു വീണ്ടും വിശേഷണം നൽകുകയാണ്. മന്നാഅണ് ലിൽ ഖൈർ, ഖൈറിന്റെ വിഷയത്തിൽ മുഅ്തദ് മുരീബാണ്. എല്ലാ ഖൈറുകളെയും നിഷേധിച്ചവനായ, മുടക്കുന്നവനായ, എല്ലാ ഖൈറുകളെയും മുടക്കുന്നവനാണ് ഈ അനീതായിട്ടുള്ള കുഫാർ. അതുപോലെ തന്നെ അവൻ മുഅ്തദാണ്, മുരീബുമാണ്. മുഅ്തദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രമകാരിയാണ്. സ്വയം നല്ലത് എന്ന് വിചാരിച്ചുകൊണ്ട് കുറെ അതിക്രമ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ ശരിയാണ് എന്ന് തോന്നിയ ധാരാളം കാര്യങ്ങൾ. കാരണം കുഫാറായ അനീതായ ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം മന്നാ ആയ എല്ലാ ഖൈറുകളെയും നിഷേധിക്കുന്ന ഒരു മന്നാ ആയിട്ട് അവൻ മാറുമെന്നുള്ള വിഷയത്തിൽ യാതൊരു സംശയമില്ല. ഇവന് നല്ലതായിട്ട് തോന്നിയാൽ ഇവൻ അതൊക്കെ ചെയ്യും. പലപ്പോഴും പല ആളുകൾക്കും അത് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചുണ്ടാകും. അത്രയൊന്നും ചിന്തിക്കില്ല. മറ്റുള്ളവരുടെ മാനസികാവസ്ഥ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട്, ഇതൊന്നും ആലോചിക്കില്ല. അവന് നല്ലതായിട്ട് തോന്നി. കാരണം എന്താണ്? ഞാനെന്ന ഭാവത്താലാണ് അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ ഇലാഹ് എന്നുള്ളത് അവന്റെ ഈഗോയാണ്, അവന്റെ ഹവയാണ്. 45-ാമത്തെ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ രൂപത്തിൽ ആ വിഷയത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് ഒരു മനുഷ്യൻ വന്നാൽ അവൻ കാണുന്നതെല്ലാം ശരിയാണ്, അവൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പൊ ഇതാണ് ഖൈറുകളെ തടയുന്നവനായ ഒരു വ്യക്തിയായി അവൻ അവന്റെ ജീവിത കാലയളവിൽ സ്വയം തന്നെ ആയിപ്പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ മുഅ്തദാണ്, അതിക്രമകാരിയാണ്, ഒരുപാട് അതിക്രമ പ്രവർത്തനങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ സംശയാലുവാണ്. നന്മകളെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ സംശയിക്കും അതിനെക്കുറിച്ച്. അപ്പൊ അതിനുശേഷം അല്ലാഹു പറയുന്നു, അല്ലദീ, ഇവൻ എങ്ങനെയുള്ളവനാണെന്ന് അറിയുമോ? ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിനോടൊപ്പം ധാരാളം ഇലാഹുകളെ അള്ളാഹുവിനോടൊപ്പം ഇവൻ ആക്കിയവനാണ്. അള്ളാഹുവിനോടൊപ്പം ധാരാളം ഇലാഹുകളെ ഇവനാക്കിയവനാണ്. ഫഅൽഖിയാഹു ഫിൽ അദാബി ശദീദ്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? അവനെ കനത്ത ശിക്ഷയിലേക്ക്, കഠിനമായ ശിക്ഷയിലേക്ക് അവനെ ഇട്ടേക്കുക എന്ന് പറയും. അള്ളാഹുവിനെ കൂടാതെ ധാരാളം ഇലാഹുകളെ ഉണ്ടാക്കിയവനാണെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഇലാഹ് ആരാണ്? സ്വന്തം ഹവ തന്നെയാണ്, സ്വന്തം ഈഗോ തന്നെയാണ്. പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്ത് പോയിട്ടുള്ള ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവ, സ്വന്തം ഇലാഹിനെ, സ്വന്തം ഹവയെ ഇലാഹാക്കിയവനാണ്. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ
അതിലൊരു നഫിയുണ്ട്, ഒരു ഇസ്ബാത്തും ഉണ്ട്. നഫി എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷേധിക്കലാണ്. മറ്റൊന്ന് സ്ഥിരപ്പെടുത്തലാണ്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ റുക്നുകളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അതിന്റെ നഫിയാണ്. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഇലാഹുമില്ല, എല്ലാ ഇലാഹുകളെയും നിഷേധിച്ചു തള്ളി. അതിന്റെ ഇസ്ബാത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെടുത്തൽ എന്താണ്? ഇല്ലല്ലാ, അല്ലാ അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് പറഞ്ഞാൽ അല്ലാ മാത്രമാണ് ഇലാഹായിട്ടുള്ളത്. അപ്പൊ എന്റെ താല്പര്യങ്ങളും എന്റെ ശരികളും എന്റെ ഉള്ളിൽ നിന്നും ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ്. കാരണം എന്റെ കുടുംബ ജീവിതത്തിൽ എന്റേതായ ചില ശരികളെ ഞാൻ നടപ്പിലാക്കാൻ ശ്രമിക്കും. അപ്പൊ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ ശരികൾ എന്ന് പറയുന്നത് അവരുടെ കുടുംബക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരികൾ എന്ന് പറയുന്നത് അവരുടെ കുടുംബക്കാരാണ്. അപ്പൊ അവളുടെ കുടുംബക്കാരെ ഏറ്റവും മാന്യതയുള്ളവരായി പരമാവധി അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും, അവരെത്ര മോശത്തരം ചെയ്താലും. അതുപോലെ തന്നെയാണ് ഭർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്റെ കുടുംബക്കാരെന്തുകൊണ്ടും തികഞ്ഞവരാണ്. അപ്പൊ അവർ ചെയ്ത തിന്മകളെയൊക്കെ പരമാവധി മറച്ചു വെച്ചിട്ട് അതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സ്വന്തം ഹവയ്ക്ക് അനുസൃതമായി സ്വന്തം ഹവയെ താല്പര്യങ്ങളെ ഇലാഹാക്കി ഒരു വ്യക്തി മാറ്റിക്കഴിഞ്ഞാൽ, കാരണം അവരുടെ ഖുർആനോ ഹദീസോ ഒന്നും അവരുടെ ജീവിതത്തിൽ ഇടപെടില്ല. അത് വെറുതെ ഇങ്ങനെ ഓതാനുള്ള ഒരു സാധനമാണ്, അല്ലാതെ എന്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്നില്ലല്ലോ. അല്ലാഹ് മാത്രമേ എൻ്റെ ഉള്ളിൽ ഇലാഹായിട്ടുണ്ടെങ്കിൽ, കാരണം ഇവിടെ രണ്ട് ശക്തികൾ തമ്മിലുള്ള പ്രവർത്തനങ്ങളാണ്. ഒന്ന് ആത്മീയമായത്, മറ്റൊന്ന് ഭൗതികമായത്. ആത്മീയമായതിന് എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടണമെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ആത്മാവ് സജീവമായിരിക്കും. ഇല്ലെങ്കിൽ ഭൗതികത എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കും. ഭൗതികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പൈശാചികമായ പ്രേരണയാണ്, അല്ലാതെ ഭൗതിക ലോകത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളല്ല. ഭൗതിക ലോകത്ത് തന്നെ നമുക്ക് രണ്ട് രൂപത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും. ഒന്ന് ആത്മീയമായ പ്രവൃത്തി, മറ്റൊന്ന് ഭൗതികമായ പ്രവൃത്തി. ഒരു സഹോദരൻ എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നു. എന്നോട് വഴക്കുണ്ടാക്കാൻ വരുമ്പോ അതേ നാണയത്തിൽ തിരിച്ച് ഞാൻ പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭൗതികമായ പ്രവൃത്തിയാണ്. കാരണം അതിന്റെ മാനദണ്ഡം എന്താണ്? ആ തീരുമാനങ്ങളുടെ മാനദണ്ഡം ഭൗതികമാണ്. അദ്ദേഹം എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നു, അതുകൊണ്ട് തിരിച്ച് അദ്ദേഹത്തോട് എന്ത് ചെയ്തു? രണ്ട് വർത്താനം ഞാൻ പറഞ്ഞു, അല്ലെ ഉരുളയ്ക്ക് ഉപ്പേരി കൊടുത്തു. ഇത് ഭൗതികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ടുള്ള കേവല ഭൗതിക പ്രവർത്തനമാണ്. പക്ഷെ അതേ സമയത്ത് ഒരാൾ എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന് എന്തോ ഒരു അസ്വസ്ഥതയുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ള ഈ അസ്വസ്ഥതയാണ് എന്നെ വഴക്കുണ്ടാക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ച് മാന്യമായ രൂപത്തിൽ ഞാൻ പ്രതികരിച്ചാൽ ഒരുപക്ഷെ ഈ വഴക്കിവിടെ അവസാനിക്കും. കാരണം എന്റെ താല്പര്യങ്ങളൊക്കെ നിസ്സൃതമായി പ്രവർത്തിക്കുക എന്നുള്ളതല്ല. എന്റെ ഹവ എവിടെ കിടന്നോട്ടെ, അതിനെ ഞാൻ പരിഗണിക്കുന്നില്ല. മറിച്ച് എന്റെ അള്ളാഹുവിന്റെ താല്പര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അയാളെന്നോട് വഴക്കുണ്ടാക്കാൻ വന്നു ശരിയാണ്. പക്ഷെ തിരിച്ച് അതേ നാണയത്തിൽ പ്രതികരിക്കുക എന്നുള്ളത് എന്റെ ജീവിതത്തെ സർവസ്വവും ഞാൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു അന മിനൽ മുസ്ലിമീൻ. ആ നിലയ്ക്ക് ഞാൻ ഒരു മുസ്ലിമാണല്ലോ. എന്റെ ജീവിതവും എല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമായി ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എന്റെ ഹവയ്ക്ക് എന്റെ ജീവിതത്തിൽ ഇടപെടാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നർത്ഥം. എന്റെ ഹവയ്ക്ക് എന്റെ ജീവിതത്തിൽ യാതൊരു സാധ്യതയുമില്ല. എന്റെ ജീവിതത്തിലുള്ള ഓരോ ചിന്തകൾക്ക് പിന്നിലും, ഓരോ തോന്നലുകൾക്ക് പിന്നിലും, ഓരോ തീരുമാനങ്ങൾക്ക് പിന്നിലും ഏകനായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഇടപെടൽ മാത്രമാണ് എന്നുള്ള ഒരു തലത്തിലേക്ക് ഒരു വ്യക്തിക്ക് ഉയരണമെങ്കിൽ അയാളുടെ ആത്മീയമായ വശം എന്നും സജീവമായി നിലകൊള്ളണം. ആത്മീയമായ വശം സജീവമായി നിലകൊണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് അള്ളാഹുവിന്റെ താല്പര്യങ്ങളെ സ്വാംശീകരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അവിടെ ഹവയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. ഹവ എങ്ങനെ ശക്തി ചോർന്ന് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ അനാരോഗ്യം പിടിപെട്ടു, അസുഖം പിടിപെട്ടു, ഹവ എങ്ങനെ നശിച്ചു തുടങ്ങും. അപ്പോൾ സജീവമാകുന്ന എന്താണ്? ഇയാളുടെ ഉള്ളിലുള്ള ആത്മാവാണ്, ആത്മാവിന്റെ ശേഷികളാണ്. ഇപ്പോ ന്യൂറോ സിസ്റ്റം, അതുമായി ബന്ധപ്പെട്ട വളരെ ആധുനികമായ പഠനം നടത്തിയ ജോൺ എക്കിൾസ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു നൊബേൽ പ്രൈസ് ജേതാവാണ്. അദ്ദേഹത്തിന്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഹൈ ഓർഡർ ഓഫ് എനർജിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഓരോ മനുഷ്യന്റെ ഉള്ളിലും അവന്റെ എല്ലാ നന്മകളെയും സാംശീകരിക്കാൻ കഴിയുന്ന, എല്ലാ നന്മകൾക്കും പ്രചോദനമായി മാറുന്ന ഒരു വലിയൊരു സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു എന്താണ് സെൽഫ് കോൺഷ്യസ് അവന്റെ ഉള്ളിലുണ്ടെങ്കിൽ അതാണ് ഓരോ മനുഷ്യരെയും നന്മകളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആത്മാവിന്റെ സാന്നിധ്യത്തെ ആധുനികമായ രൂപത്തിലുള്ള ചില പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെടുത്ത
നടത്തിയ മഹാനായ ഒരു സയന്റിസ്റ്റ് അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. അപ്പൊ ഇത്രമാത്രം ഊർജത്തെ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ, ഇത്രമാത്രം ഊർജ പ്രസരണം നടത്താൻ കഴിയുന്ന രൂപത്തിലുള്ള ഹൈ ഓർഡർ ഓഫ് എനർജിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ആത്മാവ് എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടും അതിനത്രമാത്രം ഊർജ വിധാനത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം നിഷേധിക്കുന്ന എന്നെ പോലുള്ള ഒരു അതിക്രമി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അത്രമാത്രം ഉയർന്ന ഊർജ വിധാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന എൻ്റെ ആത്മാവിനെ അത്രത്തോളം ഉന്നതമായ തലത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ അതിനെ കൂച്ചുവിലങ്ങിട്ട് ആരോഗ്യദായകമായതൊന്നും അതിന് നൽകാതെ അതിന്റെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ അനാരോഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് അതിനെ നയിക്കുകയും അതിനെ പട്ടിണിക്കിടുകയും അതിന് പ്രവർത്തിക്കാനുള്ള അവസരങ്ങളൊന്നും കൊടുക്കാതിരിക്കുകയും അതേ സമയത്ത് എൻ്റെ ഉള്ളിലുള്ള അതിന് നേർവിപരീതമാകുന്ന എതിർശക്തി, നെഗറ്റീവായിട്ടുള്ള എല്ലാ ഊർജങ്ങളും പ്രസരിപ്പിക്കുന്ന ഹവ എന്നുള്ള ശക്തിക്ക് കൂടുതലും ഞാൻ പ്രാധാന്യം കൊടുക്കുകയും അതിനെ തീറ്റിപ്പോറ്റുകയും ഉയർന്ന ഊർജ വിധാനത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം അതിന് നൽകുകയും ചെയ്താൽ എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്കോ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കോ യാതൊരു സ്വാധീനവും നടത്താനേ കഴിയില്ല എന്നുള്ളതാണ്. ഉത്തരവാദി ആരാണ്? ഇബ്ലീസ് ആണോ? അല്ല. ഉത്തരവാദി ഇബ്ലീസ് അല്ല, ഉത്തരവാദി ഞാൻ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ ഭാഷയിൽ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ ശേഷം നൽകുന്നുണ്ട്. ഇബ്ലീസിന് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കും? ഇബ്ലീസിന്റെ സംസാരം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നടക്കുന്ന ആ ഒരു സംസാരത്തെ ഇന്ന് തന്നെ നമ്മുടെ മുന്നിൽ എടുത്ത് ഉദ്ധരിക്കുകയാണ്. ഇബ്ലീസ് തന്നെ പറയുന്നതാണ്. കാരണം ഇബ്ലീസിനെ എത്രയോ വട്ടം, 1000 വട്ടം എതിർത്ത് തോൽപ്പിക്കാൻ കെൽപ്പും പ്രാപ്തിയുമുള്ള അതിശക്തമായ ഒരു ആത്മാവിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ജനനത്തിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ ശരീരം നമ്മുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് അല്ലാഹു സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്. അത്രമാത്രം നമുക്ക് ആത്മീയ തലത്തിൽ ഉയർന്നു പ്രവർത്തിക്കാൻ, നന്മയുടെ മേഖലകളിൽ ഉണർന്നു പ്രവർത്തിക്കാൻ പര്യാപ്തമായ വലിയൊരു ശക്തി സ്രോതസ്സായി എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ പര്യാപ്തമായ അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിലേക്ക് സമ്മാനിച്ചിട്ടുള്ള അഭൗതികമായിട്ടുള്ള അഭൗമികമായിട്ടുള്ള ഈ ഒരു ആത്മീയ ശക്തി ഉണ്ടായിട്ടും ഞാൻ ഇബ്ലീസിനെയും പഴി പറഞ്ഞുകൊണ്ട് ജീവിക്കുകയാണോ? എന്നെപ്പോഴത്തെ ഗതികെട്ടവൻ ലോകത്തുണ്ടോ? ഇബ്ലീസിനെ 1000 വട്ടം തോൽപ്പിക്കാൻ ശക്തിയും പ്രാപ്തിയും ഉള്ളതാണ് ഈ ആത്മീയമായ ശേഷി, ശക്തി എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ചിന്തിക്കും. എന്നിട്ടും ഞാൻ എന്ത് ചെയ്യുന്നു? അതിനെ പട്ടിണിക്കിട്ട് ആത്മീയമായ ശക്തിയെ നശിപ്പിച്ച് ഒരു നിലയ്ക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കുള്ള ഒരു അധപതനത്തിന്റെ ഒരു തലത്തിലേക്ക് അതിനെ മാറ്റിയിടുകയും എന്റെ ഹവയെ പൂർവാധികം ശക്തിയോടുകൂടി ഉണരാനും ഉയർന്ന് പ്രവർത്തിക്കാനുള്ള അവസരങ്ങളൊക്കെ കൊടുത്ത് അതിനെ പോഷിപ്പിച്ച് ഉണർത്തി വെക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഖുർആനികമായ റിസാലത്തിൻ്റെതായിട്ടുള്ള യാതൊരു ഇടപെടലിനും യാതൊരു സാധ്യതയും ഇല്ലാത്ത വിധം എൻ്റെ ഹവയെ ഞാൻ ഇങ്ങനെ ഓമനിച്ചു വളർത്തുകയാണ്. ആ ഹവയിലേക്ക് ഇടപെടാൻ കഴിയുന്ന ശക്തി ഏതാണ്? പൈശാചികമായ ശക്തിയാണ്. അപ്പൊ ഹവയെ മാധ്യമമാക്കിക്കൊണ്ട് പിശാച് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അനുനിമിഷം അതെന്നെ ഉണർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എന്നോട് വഴക്കുണ്ടാക്കാൻ വരുന്ന ഒരാൾക്ക് ഉരുളയ്ക്ക് പേര് കൊടുക്കാനായിട്ട് സദാ ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കും. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് അല്ലെങ്കിൽ അടുത്ത ഒരു ബന്ധു എന്തോ ഒരു കാരണം കൊണ്ട് പാവം ഒരു കല്യാണത്തിന് ക്ഷണിക്കാൻ മറന്നുപോയി എന്നുള്ള കാര്യം എനിക്കറിയാം. അത്രത്തോളം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നുണ്ട്. പക്ഷേ കല്യാണത്തിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടില്ല. അപ്പൊ പോകാതിരിക്കാൻ മാത്രം ഒരു ഉൾപ്രേരണ എൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഉണ്ടാകാറുണ്ടല്ലോ, ഒരു തരം ദുരഭിമാനം. അതിനെ ഖുർആൻ പറഞ്ഞ ഹമിയ എന്നാണ്. സൂറത്തുൽ ഫത്ഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ രൂപത്തിൽ പറഞ്ഞു, ഈ ഹമിയ എന്ന് പറയുന്ന ഒരു സാധനമാണോ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനൊരു വിശേഷണം കൂടെ കൊടുത്തു, അൽ ഹമിയത്തുൽ ജാഹിലിയ്യ. അജ്ഞതയുടെ ഹമിയ, അജ്ഞതയുടെ ദുരഭിമാനമാണോ നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? അത്തരം ഒരവസ്ഥയിലേക്ക് ഞാൻ മാറ്റപ്പെടുമ്പോൾ പൈശാചികമായ ദുഷ്പ്രേരണ എൻ്റെ ഹവയിൽ നിരന്തരം അതിങ്ങനെ അനുസ്യൂതം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? പോകാതെ വലിയ അന്തസ്സൊക്കെ നടിച്ചിട്ട് മാറിയിരിക്കും. അതേ സമയത്ത് ആത്മീയമായ പ്രേരണകൾ നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന, ഹവയെ തച്ചുടച്ച് തകർത്തു കളഞ്ഞ, അതേ സമയത്ത് ആത്മീയമായ പരിവേഷം കൂടുതലായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന, എൻ്റെ ആത്മീയതയെ ഒരുപാട് വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ഞാനെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? പാവം അദ്ദേഹത്തിന് മറന്നുപോയതാണ്.
അതിന്റെ പേരിൽ പിണങ്ങി ഞാൻ മാറിയിരിക്കേണ്ട കാര്യമില്ല. ഞാൻ അവിടേക്ക് പോകും, വിളിക്കാതെ പോകും. പോയിട്ട് എന്ത് ചെയ്യും? നല്ല നിലയ്ക്ക് തന്നെ അതിലൊക്കെ പങ്കെടുക്കും. അപ്പൊ ചിലപ്പോ എന്റെ മറ്റൊരു സുഹൃത്ത് പറയും, ഇന്നയാളെ നിങ്ങളെ വിളിക്കാൻ മറന്നുപോയിരുന്നു. അപ്പോഴാണ് ഓർമ്മ വരിക, പക്ഷെ അദ്ദേഹം മാന്യമായ രൂപത്തിൽ എന്റെ അടുക്കൽ വന്നിരുന്നല്ലോ, എന്നോട് കൂടി സഹകരിച്ചിരുന്നല്ലോ. പലപ്പോഴും നമുക്കിടയിൽ സംഭവിക്കുന്ന ചില അവസ്ഥകളാണ്. അപ്പൊ എന്താണ്? നമ്മുടെ ഇസ്സത്ത് വർദ്ധിക്കുകയാണ്. ദുരഭിമാന നിമിഷം നമ്മുടെ എല്ലാ നന്മകളും നമ്മുടെ അഭിമാനങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നല്ല സമീപനങ്ങൾ മൂലം നമ്മുടെ ഇസ്സത്ത് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരാൾ എന്നോട് വഴക്കുണ്ടാക്കാൻ വരുമ്പോൾ ഏറ്റവും മാന്യമായ രൂപത്തിൽ തിരിച്ചു പ്രതികരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അബ്ദുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? പറഞ്ഞു, വഇദാ ഖാതബഹുൽ ജാഹിലൂൻ, വിവരമില്ലാത്ത ആളുകൾ അവരോട് പ്രതികരിക്കും. ഏത് രൂപത്തിലാണ്? വിവരം കെട്ട രൂപത്തിലാണ്. മോശമായ വാക്കുകൾ ഉപയോഗിക്കും, അസഭ്യം പറയും, എല്ലാം പറയും. പക്ഷേ വിവരമുള്ളവൻ, ഈ ആത്മീയമായ പരിവേഷം കൂടുതലായി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ ഇടപെടൽ കൂടുതലായി നടന്നുകൊണ്ടിരിക്കുന്ന, ആത്മാവ് ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരിക്കും? അവസാനം ഖാലു സലാമ, സമാധാനപരമായി. നമ്മൾ അതിന് അർത്ഥം കൊടുക്കുക, സലാം പറയുന്നു എന്നാണ്. സലാം പറയുന്നു എന്ന് അർത്ഥം കൊടുത്താൽ തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇങ്ങനെ നമ്മളോട് മോശമായ രൂപത്തിൽ പ്രതികരിച്ചു വരുന്ന ഒരാളോട് ഒന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ ചെറുതാണോ നിങ്ങളുടെ മേൽ? സാധാരണ അസ്സലാലൈക്കും അല്ല, പിന്നെ അസ്സലാമു അലൈക്കും. ഒരു മാനസിക, ഏറ്റവും മനസ്സ് നിറഞ്ഞ ഒരു സലാമാണ് നിങ്ങളുടെ മേൽ. അള്ളാഹുവിന്റെ സമാധാനവും രക്ഷയും കാരുണ്യമൊക്കെ ഉണ്ടാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് ഇദ്ദേഹം അദ്ദേഹത്തോട് പ്രതികരിക്കുക. സമാധാനപരമാണ്. അദ്ദേഹം മോശപ്പെട്ട രൂപത്തിൽ പ്രതികരിച്ചു, പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു? എല്ലാം കേട്ട് നിന്നു. വളരെ മാന്യമായ രൂപത്തിൽ തിരിച്ചു പ്രതികരിച്ചു. അപ്പോൾ ആരുടെ ഇസ്സത്താണ് വർദ്ധിക്കുക? ഉരുളയ്ക്ക് ഉപ്പേര് കൊടുക്കുന്നവന്റെ ആണോ? കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവൻ ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പറഞ്ഞു, വീണ്ടും ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പറഞ്ഞു. കുറെ കഴിയുമ്പോൾ ആളുകളൊക്കെ ഞങ്ങളെ ശ്രദ്ധിക്കുകയാണ്. ഓരോ മോശത്തരങ്ങൾ ഞാൻ പറയും തോറും എന്റെ അഭിമാനം ഇങ്ങനെ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് ഞാൻ സമാധാനപരമായി അദ്ദേഹത്തോട് പ്രതികരിച്ചെങ്കിൽ, ഇനി സമാധാനമായി പ്രതികരിച്ചിട്ടും അദ്ദേഹത്തിന്റെ ദേഷ്യം മാറുന്നില്ല എങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിക്കളയും. നമ്മൾ ചിന്തിച്ചു നോക്കുക. പക്ഷെ പലപ്പോഴും പിശാച് എന്നെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അദ്ദേഹത്തോട് തിരിച്ച് ആ മോശമായ രൂപത്തിൽ നിന്ന് പ്രതികരിക്കാനാണ്. ഒരു സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരു വ്യക്തി വല്ലാതെ അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതും കണ്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിൽക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ചീത്ത വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദയനീയമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോക്കും. റസൂലുള്ളാഹി ഇത് കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന പോലെയുണ്ട്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്, പടച്ചവനെ, എന്നെ ഒരാളെ ചീത്ത വിളിക്കുമ്പോഴും എന്റെ ആത്മസുഹൃത്ത് എന്നൊക്കെ പറയുന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആസ്വദിക്കുകയാണല്ലോ. അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാത്തൊരു മന്ദഹാസം വിടരുന്നുണ്ടല്ലോ. ഇതെന്താണ് ഇങ്ങനെ? ശരിക്കും എത്രമാത്രം ഞാൻ മനപ്രയാസപ്പെടുന്നുണ്ടോ അതിനേക്കാൾ കൂടുതൽ ആ മനപ്രയാസത്തെ ഉൾക്കൊള്ളേണ്ട ഒരു വ്യക്തിയല്ലേ എന്റെ സുഹൃത്ത്? പക്ഷെ എന്നിട്ടും അദ്ദേഹം ആനന്ദിക്കുകയാണല്ലോ. കുറെ കേട്ട് കഴിഞ്ഞപ്പോ മനസ്സും അടുത്തിട്ട് എന്ത് ചെയ്തു? അബൂബക്കർ സിദ്ദീഖ് തിരിച്ച് രണ്ടെണ്ണം പറഞ്ഞു. പെട്ടെന്ന് ഇങ്ങനെ അഭിമാനത്തോട് തിരിച്ച് ഇങ്ങനെ രണ്ട് ഉരുളയ്ക്ക് പേര് കൊടുക്കുമ്പോൾ ഒരു അഭിമാന ബോധമൊക്കെ ഉണ്ടാവുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നോക്കിയപ്പോൾ മ്ലാനവദനായിട്ടുണ്ട്. ഇതെന്താണിത്? ഞാൻ തിരിച്ച് രണ്ടെണ്ണം പറഞ്ഞു. അയാൾ എന്ത് ചെയ്തു? പോവുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഉണ്ട് വല്ലാത്തൊരു അസ്വസ്ഥത നിറഞ്ഞൊരു മുഖഭാവം. എന്തായാലും ചോദിച്ചറിയണമല്ലോ. ഓരോ കാര്യങ്ങളും ചോദിച്ച് പഠിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് ഈ രണ്ടു തരം ഭാവവ്യത്യാസങ്ങളുടെയും പിന്നിലുള്ള രഹസ്യം? ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. എന്നെ ഒരാളെ ചീത്ത വിളിക്കുമ്പോൾ നിങ്ങൾ ആസ്വദിക്കുകയാണോ? ഞാൻ തിരിച്ച് രണ്ടെണ്ണം പറഞ്ഞപ്പോ നിങ്ങൾ അതിന്റെ പേരിൽ ഒരു തരം അസ്വസ്ഥത അനുഭവിക്കുകയാണോ? എന്താ ഇതിന്റെ പിന്നിലുള്ള രഹസ്യം? ഇപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പിന്നിലുള്ള ആത്മീയമായ ആ ഒരു രഹസ്യം സിർറ് വ്യക്തമാക്കി കൊടുത്തത്. അല്ലയോ അബൂബക്കർ റളിയല്ലാഹു അൻഹു, താങ്കളെ ആ മനുഷ്യൻ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ ആദ്യം ക്ഷമയുടെ മാർഗം അവലംബിച്ചു. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഇഷ്ടം ഇതാണ് എന്നുള്ള താല്പര്യത്തിലാണ് താങ്കൾ ക്ഷമയുടെ മാർഗം അവലംബിച്ചത്. താങ്കളുടെ ഈ ഒരു ചിന്ത, താങ്കളുടെ ഈ ഒരു പ്രേരണ അത് ഉയർന്നു. കാരണം ആത്മാവുമായി ബന്ധപ്പെട്ട ഉയർന്ന ഒരു ചിന്തയായിരുന്നു, അത് ഉയർന്ന ഒരു പ്രേരണയായിരുന്നു, ഉയർന്ന ഒരു താല്പര്യമായിരുന്നു.
അതിന് ആത്മാവിനോളം തന്നെ വിശാലതയുള്ളതാണ്. അതങ്ങനെ ഉയർന്നുയർന്ന് ആധ്യാത്മിക ലോകത്തേക്ക് എത്തിപ്പെട്ടു. താങ്കളുടെ ആ ക്ഷമയുടെ ആഴവും പരപ്പും അതിന്റെ നീളവും ഒക്കെ മലായിക്കത്തുകൾ അത് തിരിച്ചറിയുന്നു. മലായിക്കത്തുകളുടെ ലോകത്ത് വലിയ ചർച്ച. ഇതെന്തൊരു അത്ഭുതം! ഒരു മഹാനായ ഒരു വ്യക്തിത്വം അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി ക്ഷമിക്കുകയാണ്. അത്ഭുതകരമായ ആ ഒരു പ്രവൃത്തി അതിങ്ങനെ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ നിലയ്ക്കും തിരിച്ച് പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കെ ഒരു മനുഷ്യൻ ക്ഷമയുടെ മാർഗം അവലംബിക്കുമ്പോൾ ആ പഴയ കാലഘട്ടത്തിൽ മാത്രമല്ല ഇന്നും സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. ഇന്നും സംഭവിക്കും, നമ്മൾ അതിന് തയ്യാറായി കഴിഞ്ഞു. എന്താ സംഭവിച്ചത്? മലായിക്കത്തുകൾക്ക് അവിടെ ഇരിക്കാൻ കഴിയാതെ അവരെല്ലാം കൂടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉയർന്ന ചിന്താഗതിയും അദ്ദേഹത്തിന്റെ മാന്യതയും പുകഴ്ത്താൻ തുടങ്ങി. എന്തുമാത്രം ഇസ്സത്തുള്ള മനുഷ്യനാണ്, അല്ലാഹുവേ ഇദ്ദേഹത്തെ സ്വീകരിക്കണമേ. മലായിക്കത്തുകളുടെ പ്രത്യേകത അങ്ങനെയാണ്. അവർ പുകഴ്ത്തി പറയുക എന്നുള്ളതൊക്കെ ദുആകളായിട്ട് മാറും. അങ്ങനെ താങ്കളെ കുറിച്ച് മലായിക്കത്തുകൾ ഇറങ്ങി വരുന്നു, അവരുടെ സംഘം കൂടിക്കൊണ്ടേയിരിക്കുന്നു, താങ്കളെ കുറിച്ച് ഇങ്ങനെ മഹത്വം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആ ഒരു കാഴ്ച കണ്ടപ്പോ ഞാൻ എന്ത് ചെയ്യണം അബൂബക്കർ? അത് കണ്ടിട്ട് വല്ലാതെ ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്രമാത്രം ആ മനുഷ്യൻ ചീത്ത വിളിക്കുന്നുണ്ടോ അത്രത്തോളം മലായിക്കത്തുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം ഇങ്ങനെ എന്താണ് പാടിപ്പോഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കരമായ സന്തോഷം. അബൂബക്കർ സിദ്ദീഖ് പെട്ടെന്ന് തിരിച്ചങ്ങോട്ട് പ്രതികരിച്ചപ്പോ ഈ മലായിക്കത്തുകളൊക്കെ പെട്ടെന്ന് തന്നെ ഉയർന്നുപോയി. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര വേദനയുണ്ടായി. മലായിക്കത്തുകളൊക്കെ അതോടെ പരിപാടി നിർത്തിയിട്ട് തിരിച്ച് മുകളിലേക്ക് ഉയർന്നുപോയി. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ പോലും, എൻ്റെ മക്കളോടായിരുന്നാലും എൻ്റെ ഭാര്യയോടായിരുന്നാലും അതുപോലെ തന്നെ എൻ്റെ ബന്ധുജനങ്ങളോടായിരുന്നാലും എൻ്റെ അയൽവാസികളോടായിരുന്നാലും ഞാനുമായി ബന്ധപ്പെടുന്ന എൻ്റെ സുഹൃത്തുക്കളോടായിരുന്നാലും വഴിപോക്കനോടായിരുന്നാലും ആരോടായിരുന്നാലും മോശമായ രൂപത്തിൽ സംസാരിക്കുന്ന കാലം അത്രയും സമയം അത്രയും ഞാൻ വിമർശിക്കപ്പെടും ഉയർന്ന ലോകങ്ങളിൽ, എന്ന് വെച്ചാൽ ഉപരിലോകങ്ങളിൽ അല്ലെങ്കിൽ ആത്മീയ ലോകങ്ങളിൽ. അതേസമയത്ത് ഈ ലോകത്ത് ഞാൻ ആക്ഷേപിക്കപ്പെടുമ്പോൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഞാനത് ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിലോ ഉപരിലോകങ്ങളിൽ, ഉയർന്ന ലോകങ്ങളിൽ, ആത്മീയ ലോകങ്ങളിൽ എന്നെക്കുറിച്ച് എന്ത് ചെയ്യും? അപദാനങ്ങൾ പാടിപ്പുകഴ്ത്തും. എൻ്റെ ഇസ്സത്തിന്റെ ഏറ്റവും ഉയർന്ന നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് എന്നെ മലായിക്കത്തുകൾ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. ഈ ഒരു തിരിച്ചറിവും ബോധവും ആർക്കാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ആത്മാവ് ഉണർന്ന് പ്രവർത്തിക്കുകയും ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഉയർന്ന ഊർജ്ജ വിധാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഉന്നതരായ ആളുകളിലാണ്. അവിടെ ഹവയ്ക്ക് വശംവദനാകാതെ, ഹവയെ എതിർത്ത് തോൽപ്പിച്ച് അതിനെ പട്ടിണിക്കിട്ട് അതിനെ പരമാവധി നശിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി പൈശാചികമായ പ്രേരണ പരമാവധി ഉണ്ടാകുമെങ്കിലും ആ മനുഷ്യ ജീവിതത്തിൽ ആ പൈശാചിക പ്രേരണകൾക്ക് മാധ്യമമായി നിലകൊള്ളുന്ന ഹവയ്ക്കൊന്ന് ഉണർന്ന് പ്രവർത്തിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അത് നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്നത് ആത്മാവിന്റെ ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളും താല്പര്യങ്ങളും പ്രവർത്തനങ്ങളുമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിലയിരുത്തി നോക്കുക, ഞാൻ എന്താണ്? ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ എന്താണ്? എൻ്റെ അയൽവാസികൾക്കിടയിൽ ഞാൻ എന്താണ്? എൻ്റെ സമൂഹത്തിനിടയിൽ ഞാൻ എന്താണ്? ഞാനുമായി ബന്ധപ്പെടുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ഞാൻ എന്താണ്? ഏതവസ്ഥയിലാണ് എൻ്റെ ആധ്യാത്മികമായ അവസ്ഥ? ഏത് അവസ്ഥയിലാണ് എൻ്റെ ഹവയുടെ അവസ്ഥ? ഇത് ഞാൻ സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ ആവേശം കൊള്ളുക എന്നുള്ളതല്ല. പറയുന്ന ഞാനിത് ഉൾക്കൊണ്ടാൽ എൻ്റെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് മാറ്റങ്ങൾ ഉണ്ടാവും. കേൾക്കുന്ന നിങ്ങൾ ഉൾക്കൊണ്ടാൽ ഇൻഷാ അല്ലാഹ് വലിയ മാറ്റങ്ങൾക്ക് നിങ്ങൾക്ക് വിധേയമാകാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാനുള്ള നല്ല ബോധം നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമതൊന്നുകൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല കഫാറായ, അനീദായ, മന്നാആയ, മുഅത്തദായ, മുരീബായ, അങ്ങേറ്റം കുഴപ്പം പിടിച്ച ഒരാളെ നരകത്തിലേക്ക് ഇടണമെന്ന് പറഞ്ഞിട്ട് അവനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പരിചയപ്പെടുത്തിയത് അല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണെന്ന് അറിയുമോ? ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹു അല്ലാത്ത സകലമാന ഇലാഹുകളെയും ഇലാഹാക്കി മാറ്റിയവനാണെന്ന് പറഞ്ഞു. ഇപ്പൊ സൂറത്തുൽ ജാസിയയിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്പർ 1 ഇലാഹിനെ അവതരിപ്പിച്ചു. അത് സ്വന്തം ഈഗോയാണെന്ന് പറഞ്ഞു. സ്വന്തം ഈഗോയെ അഥവാ സ്വന്തം ഭാവത്തെ, ഞാനെന്ന ഭാവത്തെ ഇലാഹാക്കി മാറ്റിയവനെ, അല്ലെ ഹവയെ ഇലാഹാക്കി മാറ്റിയവൻ, അവന്റെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. എല്ലാത്തരം തെറ്റുകളിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന,
നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഇലാഹി ഭാവമാണ് ഹവ എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കനത്ത ശിക്ഷയിലേക്ക് എടുത്തെറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് ഇത്രയും ഉന്നതമായ ഒരു ആത്മാവിനെ നമുക്ക് നൽകിയിട്ടും ആധ്യാത്മികമായിട്ടുള്ള ശേഷികളെ, അതിൻ്റെ നന്മകളെ, അതിൻ്റെ പ്രയോജനങ്ങളെ ഒന്നും ഉപയോഗപ്പെടുത്താത്ത ഒരു ഗതികെട്ടവൻ എന്നുള്ള നിലയ്ക്കാണ്. ഈ സമയത്ത് ഖാല ഖരീനുഹു, അവിടെയുള്ള പൈശാചികമായ പ്രേരണകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന, ഈ ഹവയ്ക്കും തുല്യമായ രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ഒരു ഖരീനുണ്ട്. അത് പിശാചിന്റെ പ്രതിനിധിയാണ്. അവൻ സംസാരിക്കും, റബ്ബന, ഞങ്ങളുടെ നാഥ, മാ അത്ഗയിതുഹു, ഞാൻ അവനെ വഴി തെറ്റിച്ചിട്ടേയില്ല. ആരായി പറയുന്നത്? നമ്മുടെ ഉള്ളിലുള്ള പൈശാചികമായ ഭാവമാണ്. ഞാൻ അവനെ വഴി തെറ്റിച്ചിട്ടേയില്ല. വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്, വിദൂരമായ ഒരു വഴികേടിലേക്ക് അവൻ തന്നെ സ്വയം മാറുകയായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ് അവിടെ നിന്നുകൊണ്ട്. എന്താണ്? മാ അത്ഗയിതുഹു, ഞാൻ അവനെ വഴിതെറ്റിച്ചിട്ടില്ല. വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്, അവൻ തന്നെ വിദൂരമായ ദുർമാർഗത്തിലേക്ക് മാറുകയായിരുന്നു. ഇത് ശരിയാണോ? സ്വാഭാവികമായിട്ടും അത് ശരിയല്ല എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ നമ്മൾ പ്രതികരിച്ചേക്കാം പരലോകത്ത് നിന്നിട്ട്. ശേഷമുള്ള ആയത്ത് വ്യക്തമാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഖാല ലാ തഖ്തസിമൂ ലദൈ, എന്റെ മുന്നിൽ കിടന്നിട്ട് നിങ്ങൾ തർക്കിക്കൊന്നും വേണ്ട. വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ്, കൃത്യമായ വഅദയിലൂടെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നിങ്ങളിൽ വ്യക്തമാക്കിയ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പൈശാചികമായ പ്രേരണകൾക്കോ ശക്തികൾക്കോ ഒന്നും നിങ്ങളുടെ ആത്മാവിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിങ്ങളുടെ ആധ്യാത്മിക ശക്തിയെ മുൻനിർത്തി ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ഈ പറഞ്ഞ പൈശാചികമായ ഖരീനും ഈ പറഞ്ഞ സാക്ഷാൽ ഇബ്ലീസും പിശാചുമൊക്കെ ദുർബലരാണ് എന്നുള്ള ശരിയായൊരു ബോധം മുമ്പേ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പൊ ചിലപ്പോൾ ആളുകൾ പറയും, ഞങ്ങൾ ഖുർആൻ പഠിച്ചിട്ടില്ലായിരുന്നു. അതിന്റെ ഉത്തരവാദി ആരാണ്? അല്ലാഹു ആണോ? പിശാചാണ്? ഒന്നും അല്ലല്ലോ. എനിക്ക് വേണമെന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. അതിനുവേണ്ടി എത്രമാത്രം ഞാൻ ആവേശം കാണിച്ചിട്ടുണ്ട്. ബുദ്ധിപരമായ ചിന്തകൾ, ശാരീരികമായിട്ടുള്ള പ്രവൃത്തികൾ എല്ലാം തെളിവായിട്ട് എൻ്റെ രേഖയിൽ പതിഞ്ഞു കിടപ്പുണ്ട്. അത് ചിലപ്പോൾ വോയിസ് ആയിട്ടുണ്ടാവും, ചിലപ്പോൾ വീഡിയോ ആയിട്ടുണ്ടാവും. അതിനേക്കാൾ വലിയ ടെക്നോളജി വേണോ? അതും അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. കുറ്റമറ്റ രൂപത്തിൽ ആ തെളിവുകളൊക്കെ എനിക്കെതിരെ നിലകൊള്ളുമ്പോൾ എൻ്റെ വാദങ്ങൾക്ക് എന്ത് വിലയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലാഹു പറയും, മുൻകൂട്ടി തന്നെ കാര്യങ്ങളെ നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ ഒച്ചപ്പാടും ബഹളവും എന്ന് ചോദിക്കുകയാണ്. ഇവിടെയാണ് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തു പോയ വിഷയം ഒരു ഉണർത്ത് പാട്ടെന്ന വണ്ണം ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. 14-ാമത്തെ സൂറത്തുൽ ഇബ്രാഹിം, അതിന്റെ 22-ാമത്തെ ആയത്ത്. ശൈത്താൻ വളരെ വ്യക്തമായിട്ട് പറയും, ശൈത്താൻ സംസാരിക്കുന്നു, ലമ്മാ ഖുദിയൽ അംറു, കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ. അതെ, ഇന്നല്ലാഹു വഅദകും വഅദൽ ഹഖ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊക്കെ സത്യമായി ഇതാ പുലർന്നിരിക്കുന്നു. സ്വർഗം നരകമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? സത്യമല്ലേ? സത്യമാണ്, ഇതാ പുലർന്നിരിക്കുന്നു. സ്വർഗം നൽകാമെന്ന് പറഞ്ഞില്ലേ? മഹാഭാഗ്യവാന്മാരതാ സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാണുന്നില്ലേ? കാഴ്ച ഉണ്ട്. സത്യമല്ലേ? എല്ലാം സത്യമല്ലേ? അല്ലാഹു പറഞ്ഞെല്ലാം സത്യമല്ലേ? സത്യമാണ്. വവഅദ്തുകും ഫഖ്ലഫ്തുകും, എന്റെ വാഗ്ദാനങ്ങൾ ഞാൻ ഇതാ സമർത്ഥമായി ലംഘിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കി. അപ്പൊ ഈ പൈശാചികമായ പ്രേരണയ്ക്ക് പിന്നാലെ നടന്ന ആളുകളൊക്കെ ഇബ്ലീസിനെ ഏത് രൂപത്തിലായിരിക്കും നോക്കിക്കാണുക? ചതിയ, വഞ്ചക എന്നൊക്കെ പറയും. അപ്പോ അല്ലാഹ് പറയാ, ഇതിപ്പോ എന്നെ നിങ്ങൾ എന്തിനാ വിളിക്കുന്നത്? അല്ലാഹ് എന്നെ കുറിച്ച് നിങ്ങളോട് എന്താ പറഞ്ഞത്? നല്ല സുഹൃത്തായിട്ടോ, ധർമ്മിഷ്ഠനായിട്ടോ, നന്മയുടെ വാഹകനായിട്ടോ, പ്രയോക്താവായിട്ടോ ഒന്നുമല്ലല്ലോ. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, എത്രയോ പ്രാവശ്യം ഖുർആനിലൂടെ എന്നെ കുറിച്ച് അല്ലാഹു നിങ്ങളെ ബോധ്യപ്പെടുത്തി. എന്നെ ചതിയാന്ന് വിളിക്കുന്നു, വഞ്ചക എന്ന് വിളിക്കുന്നു. നാണം കെട്ട ഗതികെട്ട അവസ്ഥയിലായിരിക്കും ആ സമയത്ത് മുജ്രിമിന്റെ അവസ്ഥ. അല്ലാഹ് എല്ലാം മുൻകൂട്ടി പറഞ്ഞതാണ്. വവഅദ്തുകും ഫഖ്ലഫ്തുകും, എന്റെ വാഗ്ദാനങ്ങളൊക്കെ ഇതാ ഞാൻ ലംഘിക്കുകയാണ്. അതിനുശേഷം പറയും, വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങളുടെ മേലൊന്നും എനിക്ക് യാതൊരു അധികാരവും ഇല്ലായിരുന്നു. നിങ്ങൾ തന്നെ പറഞ്ഞുണ്ടാക്കിയതാണ് എനിക്കെന്തോ അധികാരമുണ്ടെന്ന്. നിങ്ങൾ തന്നെ സ്വയം വിശ്വസിച്ചു പോയതാണ്. അതിനുള്ള പ്രേരണകൾ ഞാൻ നൽകി.
എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല എത്രമാത്രം നിങ്ങളോട് സംസാരിച്ചു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പിന്നാലെ നടന്നില്ലേ? പിശാചിന് വലിയ ശക്തിയൊന്നുമില്ല. നമ്മുടെ ആത്മാവ് ഉണർന്ന് പ്രവർത്തിച്ചാൽ പിശാചൊക്കെ എന്നാൽ ദുഷ്പ്രേരണകളൊക്കെ അതിന്റെ മുന്നിൽ ഒന്നുമല്ല. ദുർബലന്മാരാണ്. എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കേട്ടോ? ഇല്ലല്ലോ. എങ്കിൽ ഞാൻ ഇവിടെ വെച്ച് ഒന്നുകൂടി പ്രഖ്യാപിക്കുന്നു, വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ മേൽ യാതൊരു അധികാരവും ഇല്ല. ഇല്ല അൻ ദഅഉതുകും, എന്താ സംഭവിച്ചെന്നറിയോ? ഇല്ല അൻ ദഅഉതുകും ഫസ്തജബ്തും ലി, നിങ്ങളെ ഞാൻ ക്ഷണിച്ചു എന്റെ മാർഗത്തിലേക്ക്. അങ്ങനെ പറയടാ, ഇങ്ങനെ പറയടാ, തുള്ളടാ, ചാടടാ എന്നൊക്കെ പറഞ്ഞപ്പോ എന്ത് ചെയ്തു? നിങ്ങൾ അതിനനുസൃതമായി എന്റെ താല്പര്യങ്ങളൊക്കെ അനുസൃതം നിങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരുന്നു. അതല്ലേ സംഭവിച്ചത്? ഫലാ തലൂമൂനി വലൂമു അൻഫുസക്കും, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തല്ലേ. നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ കഴിയുന്നത് അൻഫുസക്കും, നിങ്ങളുടെ നഫ്സിനെ മാത്രമാണ്, നിങ്ങളെ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു സംസാരം! മാ അന ബിമുസ്ലിഹിക്കും വമാ അൻതും ബിമുസ്ലിഹി. എങ്കിൽ മനസ്സിലായിക്കോളൂ, എനിക്കൊരിക്കലും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് എന്നെയും സഹായിക്കാൻ കഴിയില്ല. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ, ഏതൊക്കെ കാര്യത്തിൽ അല്ലാഹുവിനോട് നിങ്ങൾ പങ്കു ചേർത്തിരുന്നോ അതിലേക്ക് നിഷേധിക്കുകയാണ്. സമ്പത്തും ഇല്ല, ഒന്നുമില്ല, അധികാരവും ഇല്ല, ഒന്നുമില്ല. അതൊക്കെയായിരുന്നല്ലോ വലിയ സംഭവം. അതെല്ലാം ഞാനിതാ നിഷേധിക്കുകയാണ്. അതിനുശേഷം ഇബ്ലീസ് ഒരു വലിയൊരു സത്യം പറയും, ഇന്നല്ലാലിമീന ലഹും അദാബുൻ അലീം, അതിക്രമകാരികളായ ആളുകൾക്ക്, ഞാനടക്കമുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഉന്നതമായ ശിക്ഷകൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല മുൻകൂട്ടി തന്നെ ഇത് നമ്മളോട് പറയുമ്പോൾ ഇബ്ലീസിന്റെ ദഅവത്തായിട്ടാണ് നമുക്കിത് ഫീൽ ചെയ്യുക. അത്രമാത്രം ഖുർആൻ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടും ഇനി അവിടെ പോയിട്ട് ഇബ്ലീസിനെതിരെ ന്യായീകരണങ്ങൾ നിരത്താനുള്ള ഒരു പ്രത്യാശയിലാണോ ഞാൻ ഉള്ളത് എന്നുള്ളതാണ്. എന്തുമാത്രം വിഡ്ഢിയായിപ്പോയി ഞാൻ, എന്തുമാത്രം വിവരം കെട്ടവനായിപ്പോയി ഞാൻ. ഇത് മുൻകൂട്ടി അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ ബോധ്യപ്പെടുത്തുന്നു. ഇതാണ് ഇബ്ലീസിന്റെ അവസ്ഥ. നാളെ വന്നിട്ട് നിന്റെ കാര്യം തന്നെ നിനക്കെതിരായിട്ട് വാദിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ, നിന്റെ ആധ്യാത്മികമായിട്ടുള്ള കഴിവുകളെ, ശേഷികളെ പരമാവധി ഉണർത്താൻ, ഉയർത്താൻ, അതിനെ പരിപോഷിപ്പിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തിക്കൊള്ളൂ. അങ്ങനെ ഇബ്ലീസ് എന്നുള്ള ആ നശിച്ച ശക്തിയെ ദുർബലമാക്കി നീ അജയ്യമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലകൊള്ളാൻ വേണ്ടി പരമാവധി പരിശ്രമങ്ങൾ നടത്താനുള്ള നല്ല ദഅവത്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്നത്. ആ നിലയ്ക്ക് ആഹ്വാനങ്ങളെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാരായി ജീവിച്ച് മരിക്കാനുള്ള വലിയ തൗഫീഖ് നൽകി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നിന്ന് വന്നുപോയിട്ടുള്ള വലുതും ചെറുതുമായ മുഴുവൻ പാപങ്ങളെയും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു ദുആ വസിയത്തുണ്ട്. നമ്മുടെ ഈരാറ്റുപേട്ടയിലുള്ള ഒരു സഹോദരനാണ്, നമുക്കൊക്കെ സുപരിചിതനായ ഒരു സഹോദരനാണ്. അദ്ദേഹത്തിനിപ്പം ഒരു അസുഖത്തിന്, ചെറിയൊരു അസുഖം ബാധിച്ചിട്ട് കരളിന് ചെറിയൊരു മുഴയുള്ളതായിട്ടൊക്കെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ബയോപ്സിക്ക് വേണ്ടി ഇപ്പോൾ റിപ്പോർട്ടൊക്കെ അയച്ചിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടിലാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് എല്ലാ രോഗങ്ങളെയും മാറ്റിക്കൊടുക്കുമാറാകട്ടെ. പ്രയാസകരമായ അസുഖത്തിലേക്കൊന്നും നയിക്കാതെ ഏറ്റവും നിസ്സാരമായ രൂപത്തിൽ ആ ഒരു പ്രശ്നത്തെ അള്ളാഹു പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും പല ആളുകളും പല രൂപത്തിലുള്ള അസുഖങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ കഴിയുമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെ എല്ലാ അസുഖങ്ങളെയും ദൂരീകരിച്ച് പരിപൂർണമായ ഷിഫ, സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, എല്ലാവിധ പല മുസീബത്തുകളിൽ നിന്നും, പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബാദികളുടെ മുഴുവൻ ആളുകളെയും നമ്മുടെ നാട്ടിനെയൊക്കെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. മുസ്ലിമായി പോയതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ ലഭിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ജയിലുകളിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു സമാശ്വാസവും ജമീൽ മോചനവും സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിലും മറ്റുള്ള രാജ്യങ്ങളിലുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു കരകയറ്റി അനുഗ്രഹിക്കും. അവർക്കൊക്കെ സമാധാനം, സമാശ്വാസം കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. മുസ്ലിം ലോകത്തെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ട ഇസ്സത്തിനെ ഖുർആന്റെ ഹദീസിന്റെയും തിരിച്ചറിവിന്റെ വഴിയിലൂടെ തിരിച്ചു പിടിക്കാനുള്ള തൗഫീഖും താഖത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.